ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു റൈഹാൻസ് വേൾഡ്. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. എല്ലാവരും സേഫാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ പഴം വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് നേന്ത്രപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇനി ഒന്ന് തൊലി കളഞ്ഞ് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ തൊലി കളഞ്ഞൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഏത് പഴം വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഇതൊന്ന് ഇതുപോലെ ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. ഞാനെടുത്ത് കുറച്ചൊരു വീതി കുറഞ്ഞ ചെറിയ പഴമായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 2 കഷ്ണമൊക്കെ ചെറുത് മുറിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ നല്ല വീതിയുള്ള നല്ല പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല 2-3-4 കഷ്ണമൊക്കെ ആക്കിയിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ ഞാനത് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇത് എടുത്തിട്ട് ഇതിൻ്റെ ഈ റൗണ്ടിൽ ഇതിന് സെൻറ്ററിലുണ്ടല്ലോ, സെൻറ്ററിൽ നിങ്ങൾക്ക് റൗണ്ടിൽ ഒരു കുഴി പോലെ കട്ട് ചെയ്തിട്ട് എടുക്കുക. നല്ല വീതിയുള്ള വലിയ പഴമൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനിത് ചെറിയ പഴം ആയതുകൊണ്ട് ഇങ്ങനെ കീറി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. മുഴുവനായിട്ട് കീറരുത്, ഇതുപോലെ ഒന്ന് കീറിയിട്ട് ഇങ്ങനെ ഒന്ന് അടർത്തിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് കീറി ബാക്കിയെല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ സാധാരണ പഴം വെച്ചിട്ട് പഴംപൊരി അതുപോലത്തെ ഐറ്റംസൊക്കെ എല്ലാം ഉണ്ടാക്കുക. അപ്പോൾ ഇതൊരു എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ ഞാൻ എല്ലാം ഒന്ന് കീറി എടുക്കുന്നുണ്ട്. മുഴുവനായിട്ട് കീറി അങ്ങോട്ട് എടുക്കരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ളൊരു ഫില്ലിങ് ഉണ്ടാക്കി എടുക്കണം കേട്ടോ നമുക്ക്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെയ്യ് ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ കുറച്ച് തേങ്ങ അപ്പോൾ ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ് കേട്ടോ, അവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ കിച്ചണും പാത്രങ്ങളൊക്കെ മാതിരി തോന്നുന്നില്ലേ, അത് അവിടെയാണ്, വീട്ടിലാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ശർക്കര ചീകി എടുത്തതാണ് കേട്ടോ. ഒരു വലിയൊരു ശർക്കരയായിരുന്നു, അതൊന്ന് ചീകി ഒന്ന് എടുത്തതാണ്. അതും കൂടെ നമ്മുടെ ഈ തേങ്ങയിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് ഏലക്ക പൊടിയും കൂടെ ചേർത്തിട്ട്, നിങ്ങളടുത്ത് ഏലക്ക പൊടി ഇല്ലെങ്കിൽ ഒന്ന് ഏലക്കായ കുത്തിയിട്ടാലും മതി. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ഫില്ലിങ്ങൊക്കെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു പഴം നമ്മൾ കീറി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ ഒരു ഫില്ലിങ് നിറച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മളെടുത്തിട്ട് നമ്മൾ ആ കീറി ഹോളാക്കി വെച്ചില്ലേ, ആ ഭാഗത്തേക്ക് നമ്മൾ ഈ ഫില്ലിങ് ഒന്ന് നിറച്ച് കൊടുക്കുകയാണ്. ഇതേപോലെ നിറച്ച് കൊടുത്തിട്ട് നമ്മളിതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് വെക്കുക. കണ്ടോ, ഇതേപോലെയാണ് വെക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒന്ന് നിറച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മുഴുവനായിട്ട് ഫില്ലിങ് നിറച്ച് വരുമ്പോഴേക്ക് നമ്മുടെ ചാനലിൽ ആരെങ്കിലും പുതിയതായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം കേട്ടോ. പിന്നെ അതിനോടൊപ്പം വരുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഞാനിത് മുഴുവനായിട്ട് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, മുഴുവനായിട്ട് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത പരിപാടി നമുക്ക് ഇതൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് അപ്പോൾ ഞാനിവിടെ കുറച്ച് മൈദ, കുറച്ചൊരു ഉപ്പിട്ടിട്ട് വെള്ളം ചേർത്തിട്ടൊന്ന് കലക്കി എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു കോഴിമുട്ട ഒരു പാത്രത്തിലെടുത്തിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസുമാണ് കേട്ടോ. റസ്കിൻ്റെ പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബ്രെഡ് ആണെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ. ബ്രെഡ് എടുക്കുന്നതാണ് ഒന്നും കൂടെ നല്ലത്.
അപ്പോൾ ഇതാ ഞാൻ ഇതൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നിറച്ച് വെച്ചിട്ടുള്ള ഓരോ ഈ പഴത്തിൻ്റെ പീസും എടുത്തിട്ട് ആദ്യം ഈ മൈദയുടെ ഈ ഒരു ബാറ്ററിലൊന്ന് മുക്കിയെടുക്കുക. മൈദയുടെ ബാറ്ററിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഈ കോഴിമുട്ട അടിച്ച് വെച്ചില്ലേ ആ ഒരു ബാറ്ററിലും കൂടെ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഈ ഒരു ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതേപോലെ ആ ഒരു മുട്ടയുടെ ബാറ്ററിലും ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ബ്രെഡ് ക്രംസ് കൊണ്ട് ഇതൊന്ന് പൊതിഞ്ഞെടുക്കുകയാണ് ചെയ്യുക. ഓക്കേ, ഇനി നമുക്ക് ഇതൊന്ന് പൊതിഞ്ഞെടുക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. 4 മണിക്കൊക്കെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം കേട്ടോ. അതുപോലെ ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കുക, എന്നിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുക. എത്രയേ ചെയ്യാനുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനത് മുഴുവനായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ അത് മുഴുവനായിട്ട് നമ്മൾ മൈദയുടെ ബാറ്ററിലും മുട്ടയുടെ ബാറ്ററിലും അതേപോലെ നമ്മുടെ ബ്രെഡ് ക്രംസിലൊക്കെ ഒന്ന് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ആ എണ്ണ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ പഴവും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അപ്പുറവും ഇപ്പുറവും ഒന്ന് മറിച്ചിട്ടിട്ട് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. കാരണം നമ്മുടെ പഴം കുറച്ച് കട്ടിയുള്ള ഇതല്ലേ, പഴംപൊരിൻ്റെ പോലെ നൈസാക്കിയിട്ടല്ലല്ലോ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ അപ്പുറം ഇപ്പുറമൊക്കെ ഒന്ന് മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഒരു വെറൈറ്റി ഒരു സ്നാക്ക്. നമ്മളെപ്പോഴും പഴംപൊരി ഇതൊക്കെ കഴിക്കുന്നതിന് പകരം ഈ പഴവും അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മുടെ ആ തേങ്ങയും ശർക്കരയും അതൊക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ പുറത്ത് ഒരു ബ്രെഡിൽ പൊതിഞ്ഞെടുക്കുന്നതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് വേറെ, അങ്ങനെ ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാനിതൊന്ന് ഫ്രൈ ചെയ്ത് എടുത്തതിന് ശേഷം കാണിക്കാം കേട്ടോ. അതാ നമ്മൾ മുഴുവനായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ, നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കായിരുന്നു. പിന്നെ നമ്മുടെ ഈ ചാനൽ ഇഷ്ടമായിട്ടുള്ളവർ, നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുള്ളവർ പിന്നെ നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കണ്ടോ, ഇതൊന്ന് കട്ട് ചെയ്യുമ്പോൾ കണ്ടോ ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, അടുത്ത നല്ല ഉഷാറ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ഓക്കെ, ടാറ്റാ, ബൈ ഫ്രം റൈഹാൻസ് വേൾഡ്.